ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയത് കണ്ടൻറ് റൈറ്റിംഗ് വഴിയാണ്. കണ്ടൻറ് റൈറ്റിംഗ് മാത്രമല്ല, റൈറ്റിംഗ്, പ്രസൻറ്റേഷൻ, എഡിറ്റിംഗ്, അതിൻ്റെ ഔട്ട്പുട്ടാണ് അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് എൻ്റെ വർക്കിനനുസരിച്ച് എനിക്ക് പൈസ കിട്ടും. അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത സമയം എന്ന് പറയുന്നത്, അതിനുവേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്തിരുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ തുടങ്ങിയാൽ ഉച്ചയ്ക്ക് അതിൻ്റെ വർക്കെല്ലാം തീരുമായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ടൻറ് എൻ്റെ പ്രൊഡക്റ്റായിരുന്നു. അത് മൊത്തം പണി തീർത്ത് ഞാൻ അതിന് വിൽക്കുന്നു, അവരെനിക്ക് പൈസ തരുന്നു. ഇങ്ങനെയായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ പാർട്ട് ടൈം ജോബിൻ്റെ സാധ്യതകൾ, ഇതിൻ്റെ അന്വേഷണമൊക്കെ തുടങ്ങിയത് കുറേ മുന്നെയാണ്. അതായത് നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് 1-2 മാസം നമ്മുടെ പഠനമൊക്കെ അടിപൊളിയായിട്ട് പോവുകയും പിന്നീട് നമുക്ക് ക്യാഷിൻ്റെ ഷോർട്ടേജ് വരും. ആ സമയത്ത് വീട്ടിൽ പോയി കൈതേണ്ട അവസ്ഥ വന്നപ്പോഴാണ് അന്നോട്ട് ഇതിനെപ്പറ്റി തപ്പാൻ തുടങ്ങിയത്. ഈ ട്രേഡിങ്, ടെലികോളിങ്, ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വർക്കുണ്ടോ നമുക്ക് ഈ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയത്, എൻ്റെ കഴിവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അന്നോട്ടേ കുറേ തപ്പിയിട്ടാണ് എനിക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. കണ്ടൻറ് റൈറ്റിംഗ് ഞാൻ കൊള്ളാമെന്ന് ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ആ ഒരു മേഖലയിൽ തന്നെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തതും എനിക്ക് അങ്ങനെ കിട്ടാൻ തുടങ്ങിയത് ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ വീഡിയോൻ്റെ താഴെ കുറേ പേരുടെ കമൻറ്റ് ഉണ്ട്, ഇതിനെങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് പാർട്ട് ടൈം ജോബ് നമ്മൾ സെർച്ച് ചെയ്യുക, എവിടെ സെർച്ച് ചെയ്താൽ കിട്ടും. ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ട് ആരും പ്രത്യേകിച്ച് തപ്പി തരുമൊന്നുമില്ല, നമ്മൾ തന്നെ ഇതെല്ലാം തപ്പി കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു CV ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ചത് അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നല്ലൊരു CV ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഇൻഡീഡ്, നൗക്കറി, ഇതിലൊക്കെ സെർച്ചിൽ പോയിട്ട് വർക്ക് ഫ്രം ഹോം പാർട്ട് ടൈം ജോബ്സ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരുപാട് ജോബ് ലിസ്റ്റ് കാണാൻ പറ്റും. അതിൽ കുറേ എണ്ണത്തിനൊക്കെ എന്തുവാണ്, നമുക്ക് ടെക്നിക്കൽ സ്കിൽ ആവശ്യമാണ്. ഈ ടെക്നിക്കൽ സ്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൽ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക ഈ പാർട്ട് ടൈം ജോബായിട്ട് വരുന്നത് ഈ ഗ്രാഫിക് ഡിസൈനിങ്ങും അതുപോലെ വീഡിയോ എഡിറ്റിങ്ങും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. നമ്മുടെ കയ്യിൽ ഒരു ലാപ്പ് ഉണ്ടെങ്കിൽ 1000-നും 2000-നും ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ വാങ്ങാൻ കിട്ടും, ഈ എഡിറ്റിങ്ങിൻ്റെയും ഗ്രാഫിക് ഡിസൈനിൻ്റെ ഒക്കെ. അപ്പോൾ അതെന്ന് പറയുന്നത് ഓൺലൈൻ കോഴ്സുകളല്ല, റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ സമയം അപ്പം നമുക്കത് പഠിക്കാം. ഒരു ലാപ്പ് മാത്രം കയ്യിൽ മതി. അപ്പോൾ ഈ ടെക്നിക്കൽ സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോൾ നമുക്ക് ടൈമുള്ളപ്പോൾ പഠിക്കാനേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പഠിച്ചാൽ ഒരുപാട് ജോലികൾ പാർട്ട് ടൈം ആയിട്ട് കിട്ടും. ഞാൻ പറയുന്നത് പാർട്ട് ടൈം മാത്രം കേട്ടോ, ഒരു ഇടക്കാല സർവൈവിങ് മാത്രം കേട്ടോ. ഒരു സെറ്റിൽമെൻറ്റൊന്നും ഇതുകൊണ്ട് കിട്ടുമെന്ന് വെച്ചാൽ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ തപ്പിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിത് സെർച്ച് ചെയ്യുമ്പോൾ ഇതും കൂടെ കാണാൻ പറ്റും. അതൊക്കെ അറിയോ, ടെലികോളർ, അക്കാദമിക് കോർഡിനേറ്റർ, സ്റ്റോക്ക് മാർക്കറ്റ് സെയിൽസ് എക്സിക്യൂട്ടീവ്, അതുപോലെ ഓൺലൈൻ ട്യൂട്ടർ. ഈ ഓൺലൈൻ ട്യൂട്ടർ എന്ന് പറയുന്നത് അടിപൊളി പരിപാടിയാണ്. അത് നമ്മുടെ സാധാരണ ട്യൂഷൻ പരിപാടി തന്നെ, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ചാൻസസ് കൂടുതലാണ്. കാരണം സബ്ജക്റ്റ് നോളജ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിച്ച സബ്ജക്റ്റിൽ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആണെങ്കിൽ, മാത്സ്, പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അക്കൗണ്ടൻസി, ഇതിലൊക്കെ നല്ല സ്കില്ലുണ്ടെങ്കിൽ, അതായത് ഇതിൽ നല്ല ബേസ് ഉണ്ട്, പഠിപ്പിക്കാൻ കഴിവുണ്ട്, പിന്നെ ലാംഗ്വേജ് ഫ്ലുവൻസി ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചാൻസ് ഉള്ളതാണിത്. ഇപ്പം എൻ്റെ ഫ്രണ്ട് നമ്മുടെ ബൈജൂസില്ല, ബൈജൂസ് പൊട്ടിപ്പോകുന്നതിന് മുൻപ് വരെ അവിടുത്തെ ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. എനിക്ക് തോന്നുന്നു പാർട്ട് ടൈം പോലെ തന്നെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഏകദേശം 40-ന് മേലെ സാലറി ഉണ്ടായിരുന്നു. ബൈജൂസ് ഡൗൺ ആയി, പക്ഷേ ഇപ്പോഴും എഡ്യൂക്കേഷൻ മേഖലയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ക്ലാസ്സുകൾ കൊടുക്കുന്ന ഒരുപാട് കമ്പനികളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടത്തേക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻക്വയറീസും വരാറുണ്ട്. പക്ഷേ എന്ത് വേണം, നല്ല ക്ലാസ് എടുക്കാനുള്ളൊരു കഴിവ്, അതുപോലെ നമുക്ക് സബ്ജക്റ്റിലുള്ള നല്ല നോളജ്, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അതിൽ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണെങ്കിൽ ഭയങ്കര അടിപൊളി പരിപാടിയാണ് ഈ ഓൺലൈൻ ട്യൂട്ടറിങ്. അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികൾ ഒരു വശത്ത്. നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ നമുക്കത് കണ്ടുപിടിക്കാം, വർക്ക് ചെയ്യാം. പിന്നെ ഒരു ഇൻകത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യമാണ് കുഞ്ഞു ബിസിനസ്സുകൾ. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്കത് ഡെവലപ്പ് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ചെറിയ രീതിയിൽ തുടങ്ങി ഭയങ്കര ഹിറ്റായിട്ടുള്ള, ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവർ തന്നെ ചെയ്യുന്ന കുഞ്ഞു ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഗിഫ്റ്റ് മേക്കിംഗ്. ഒരാളുടെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് നമുക്ക് ഗിഫ്റ്റ് പ്രിപ്പയർ ചെയ്യാനും കൊടുക്കാനും സമയമില്ലെങ്കിൽ ഈ ഗിഫ്റ്റ് മേക്ക് ചെയ്യുന്നത് നമ്മൾ ഏൽപ്പിക്കും. അവരെന്താക്കും, നല്ല ഡിസൈനൊക്കെയുള്ള നല്ല കാർഡുകളൊക്കെ വെച്ച് അവരുടെ ഫോട്ടോ ഒക്കെ ചോദിച്ച് അത് തന്നെ അവർ തന്നെ പ്രിൻ്റ് ചെയ്ത് നല്ല അടിപൊളി ഒരു ഗിഫ്റ്റാക്കി വെക്കും. എന്നിട്ട് ഈ ഗിഫ്റ്റിൻ്റെ കോസ്റ്റും പ്ലസ് അവരുടെ ഒരു സർവീസ് ചാർജും കൂടെ നമ്മുടെ അടുത്ത് ഈടാക്കും. എന്നിട്ട് അവർ തന്നെ എന്താക്കും, ആർക്കാണോ അയക്കേണ്ടത് അവർക്ക് അയച്ചു കൊടുക്കും. പക്ഷേ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് 4 പേർ അറിയണമെങ്കിൽ, ഈ ഗിഫ്റ്റ് മേക്കിംഗ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് 4 പേർ അറിയണമെങ്കിൽ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യണം. നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്നവരുടെ മെച്ചം എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെ വരെ നടന്ന
എല്ലാ കറണ്ട് അഫയേഴ്സിനും അപ്ഡേറ്റഡ് ആയിരിക്കും, ലോകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ പുതിയൊരു അപ്ഡേഷൻ, അതിൻ്റെ ഫീച്ചർ, അതിൻ്റെ ബെനിഫിറ്റ്സ്, നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ അതിനെപ്പറ്റിയൊന്നും നമ്മൾ അറിയില്ല, നമ്മൾ അന്വേഷിക്കില്ല. ഫേസ്ബുക്കിൽ, വാട്സപ്പിൽ, ഈ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുമ്പോഴല്ലോ ഭയങ്കരമായിട്ട് ബിസിനസ് നടക്കുന്നൊരു സാധനങ്ങളാണ്. നമ്മളെ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും നമ്മുടെ ബിസിനസ്സിനെ വളർത്താനും ഒക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുന്നില്ല, നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ടൈം പാസിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മളെ 4 പേരെ അറിയാൻ, നമ്മുടെ കഴിവുകൾ 4 പേരെ അറിയാനും, അതുപോലെ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടി ഉപയോഗിക്കാം. ഇത് നമുക്കൊരു പഠിക്കുന്നതിനോടൊപ്പം വരുമാനം കിട്ടുന്ന രീതിയിൽ നമുക്കതിനെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുഞ്ഞ് ബിസിനസ്സുകൾ ചെയ്യാൻ എന്തെങ്കിലും ഐഡിയാസ് വേണമെങ്കിൽ, ഒരു ഇൻസ്പിറേഷൻ വേണമെങ്കിൽ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഓൺലൈൻ സ്റ്റാർട്ടപ്പ് ടോക്സ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. അതിൽ നമ്മുടെ മലയാളികളുടെ തന്നെ ഒരുപാട് സക്സസ് സ്റ്റോറീസ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ വായിച്ചത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആവും. നമുക്കും എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ, ഒരു പാർട്ട് ടൈമായിട്ട് തുടങ്ങിയാൽ, കുഞ്ഞു രീതിയിൽ തുടങ്ങിയാൽ നമ്മളും സക്സസ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്നൊരു സാധനമാണ്. ഇനിയിപ്പോൾ 3ാമത്തെ കാര്യമാണ് പാസീവ് ഇൻകം. അത് നിങ്ങൾക്കറിയില്ല, അതിൻ്റെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, എല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി, അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് വേണമെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് നിങ്ങളുടെ ചാനൽ ലിങ്ക് എന്തെങ്കിലും ഇട്ടാൽ മതി, ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം വേണ്ടേ.